So in today's class, we'll be discussing about portfolio selection. Last class, we were discussing about portfolio analysis. Now this is the next part, portfolio selection. How to select an optimum portfolio. So before we move into portfolio selection, we have to understand some terms. First one is optimal portfolio. What is an optimal portfolio? The portfolio with the highest return and the lowest risk is known as the optimal portfolio. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ കോമ്പിനേഷൻ ഓഫ് പോർട്ട്ഫോളിയോസ് ഉണ്ട്. ആ പോർട്ട്ഫോളിയോസിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ അറ്റ് ലോവസ്റ്റ് റിസ്ക് തരുന്ന പോർട്ട്ഫോളിയോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. What is portfolio selection? It is the process of finding the optimal portfolio. Optimal portfolio തിരഞ്ഞെടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ സെലക്ഷൻ. മാർക്കോവിറ്റ്സ് മോഡൽ. മാർക്കോവിറ്റ്സ് മോഡലാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് പഠിക്കാനായിട്ട് പോകുന്നത് ഇൻ ഡീറ്റെയിൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. സോ മോഡേൺ എന്ന് കേൾക്കുമ്പോഴത്തേക്കും there must definitely be a traditional theory as well, right? So what was the traditional portfolio theory? See, in the traditional theory, what they assumed is that selection of security should be based on lowest risk as measured by its standard deviation. അപ്പോൾ നമ്മൾ ഒരു സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഏറ്റവും ലോവസ്റ്റ് ഡീവിയേഷൻ, ഏറ്റവും ലോവസ്റ്റ് റിസ്ക് വരുന്ന സെക്യൂരിറ്റീസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ട്രഡീഷണൽ തിയറി ബിലീവ് ചെയ്തത്. അപ്പോൾ ട്രഡീഷണൽ തിയറി അനുസരിച്ച് മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണ്, ഫണ്ടമെന്റൽ അനലിസിന് സിറ്റുവേഷൻ അവരുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യാം, ടെക്നിക്കൽ അനലിസിന് പാസ്റ്റ് ട്രെൻഡ്സ് സ്റ്റഡി ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെയാണ് ട്രഡീഷണൽ തിയറിയിൽ ബിലീവ് ചെയ്തിരുന്നത്. ബട്ട് മാർക്കോവിറ്റ്സ് മോഡൽ അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി അത് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എംഫസൈസസ് ദ നീഡ് ഫോർ മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺസ് through combination of securities whose total variability is lower. അപ്പം റിട്ടേൺസ് മാക്സിമം ആക്കുക ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. അതാണ് മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ മെയിൻ ഫോക്കസ്, മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ റിസ്ക് ഉള്ള സെക്യൂരിറ്റി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതെയല്ല നമ്മൾ ഇരിക്കുന്നത്. നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോ കോറിലേഷൻ ഉള്ള സെക്യൂരിറ്റീസിനെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ നോക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് മാർക്കോവിറ്റ്സ് മോഡൽ അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത്. സോ ഇൻ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യും, വേരിയൻസ് ഓഫ് ദി റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യും ടു നോ ദ റിസ്ക്, covariance of the returns are also calculated that to understand the relation between the returns of the securities. ഓരോ സെക്യൂരിറ്റിയുടെയും റിട്ടേൺസിൽ വരുന്ന ചേഞ്ച് ബാക്കി സെക്യൂരിറ്റീസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റഡിയാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോവേരിയൻസ്, വേരിയൻസ് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് സ്റ്റഡീഡ് ഫോർ മാർക്കോവിറ്റ്സ് മോഡൽ. നെക്സ്റ്റ് ടേം ഇസ് പോർട്ട്ഫോളിയോ ഓപ്പർച്യൂണിറ്റി സെറ്റ്. The feasible set of portfolios is known as the portfolio opportunity set. അതായത് നമുക്ക് കുറേ കോമ്പിനേഷൻസ് വെക്കാവുന്നതാണ്. അതിൽ ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോർട്ട്ഫോളിയോസിനെയാണ് നമ്മൾ ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. ഫ്രം ദ ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് the analyst has to identify the inefficient portfolios and the efficient set of portfolios. Inefficient portfolios എന്താണ്? Portfolios which are dominated by others. ബാക്കി പോർട്ട്ഫോളിയോസിനേക്കാൾ മോശമായ രീതിയിൽ പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പോർട്ട്ഫോളിയോസിനെയാണ് ഇൻഎഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് പോർട്ട്ഫോളിയോസ് ആർ ഡോമിനേറ്റഡ് ബൈ അതേഴ്സ്. വാട്ട് ഇസ് എഫിഷ്യന്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ്? എഫിഷ്യന്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പോർട്ട്ഫോളിയോയ്ക്ക് സെയിം റിട്ടേൺ ആണെന്നിരിക്കട്ടെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ സെയിം ആണെങ്കിൽ ഈ രണ്ട് പോർട്ട്ഫോളിയോസിൽ ഏത് റിട്ടേൺ ആണോ ഏത് പോർട്ട്ഫോളിയോ ആണോ ലോവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ളത് അത് നമ്മൾ ഓപ്റ്റ് ചെയ്യും. അതായത് സെയിം ലെവൽ ഓഫ് റിട്ടേൺ തരുന്ന രണ്ട് പോർട്ട്ഫോളിയോസിൽ ലോവർ റിസ്ക് ഉള്ളത് ആളുകൾ ഒബ്വിയസ്ലി ചൂസ് ചെയ്യത്തുള്ളൂ. ആ സെയിം റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോസിൽ ലോവർ റിസ്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ആണ്.
ഇനി സെയിം റിസ്ക് ആയിരിക്കട്ടെ, രണ്ട് പോർട്ട്ഫോളിയോസിന് സെയിം ലെവൽ ഓഫ് റിസ്ക് ആണ്. അപ്പം ഈ രണ്ട് പോർട്ട്ഫോളിയോസിൽ ഏതാണോ ഹയർ റിട്ടേൺ തരുന്നത് ആ സെക്യൂരിറ്റി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം the securities which dominate other securities are known as the efficient set of portfolios. റിസ്ക് കുറഞ്ഞിരിക്കുന്ന റിട്ടേൺ കൂടിയിരിക്കുന്ന പോർട്ട്ഫോളിയോസിനെ നമ്മൾ പറയുന്നതാണ് എഫിഷ്യന്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. So from the portfolio opportunity set, we have to identify the inefficient portfolios and the efficient set of portfolios, and portfolio selection is done from the efficient set of portfolios. The efficient set of portfolios കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതിനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. See, there are 10 portfolios. The expected return of each is given in percentage and the standard deviation is also given, that is their level of risk. The fourth and fifth portfolio have the same level of risk. See, 8.1, 8.1. Which one gives more return? Portfolio 5 gives more return than portfolio 4. The risk is the same. So what will a rational investor opt? A rational investor will opt to invest in the fifth portfolio because it is offering higher returns at the same level of risk. Now let's take into consideration the seventh and eighth portfolio. Both of these have the same returns, but portfolio 9 has less risk than portfolio 8. So a rational investor or a risk-averse investor is going to opt for portfolio 7 because at the same level of return, they have to bear only lesser risk when compared to portfolio 8. So this is how efficient portfolios and inefficient portfolios are identified. Now coming to portfolio selection. The selection of portfolio is guided by two criteria. When two portfolios have the same expected return, the investor would choose the one with the lowest risk. And when two portfolios have the same risk, the investor would prefer to invest in the security which has higher expected return. Sorry, invest in the portfolio which has higher expected return. So these criteria has been set based upon the assumption that investors are rational and also risk averse. As investors are rational, they would prefer more return to less return. And as they are risk averse, they would prefer less risk to more risk. Rational ആയതുകൊണ്ട് അവർ കൂടുതൽ റിട്ടേൺ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. റിസ്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് ലെസ് റിസ്ക് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. Now let's take into consideration the feasible set of portfolios. ഈ പറയുന്നതെല്ലാം മാർക്കോവിറ്റ്സ് മോഡലിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. മാർക്കോവിറ്റ്സ് മോഡൽ അനുസരിച്ചാണ് നമ്മൾ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേ പോർട്ട്ഫോളിയോ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾ റാഷണൽ ആണ്, റിസ്ക് അവേഴ്സ് ആണ്. മാർക്കോവിറ്റ്സിന്റെ തിയറിയാണ് അതും. ഇനി ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസിൽ നിന്നും എങ്ങനെ നമുക്ക് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാമെന്നും നമുക്കൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. So we have plotted the expected return and the standard deviation in an XY graph. The y-axis shows the expected return and the standard deviation shows the risk. അപ്പോൾ ഈ എക്സ് ആക്സിസിന്റെ റൈറ്റിലോട്ട് പോകുന്തോറും അതിന്റെ മീനിങ് റിസ്ക് കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ an investor would prefer to move to the left when he is considering standard deviation. ലെഫ്റ്റിലോട്ട് കുറവും അങ്ങോട്ട് പോകുന്തോറും റിസ്ക് കൂടുതലുമാണ്. ഇനി എക്സ്പെക്റ്റഡ് റിട്ടേണിന്റെ കേസ് ആണെങ്കിൽ അപ്പർ പോർഷനിലോട്ട് പോകുന്തോറുമാണ് റിട്ടേൺ കൂടുതൽ. അപ്പം they will prefer to move upwards. an investor എപ്പോഴും നോക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ അപ്പർ പോർഷനിലുള്ള ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നായിരിക്കും അവർ നോക്കുന്നത്. സോ ദ നോർത്ത് വെസ്റ്റ് റീജിയൻ ഓഫ് യുവർ ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസിലായിരിക്കാം എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് വരുന്നത് എന്നാണ് പറയുന്നത്. Now let's take into consideration two portfolios from this feasible set. Let's consider portfolio E and portfolio F. Both of them have the same level of return. But portfolio E has lower risk when compared to portfolio F. So out of these two portfolios, portfolio E is more efficient. Now let's take into consideration portfolio C and A. Both of these have the same returns, but C has a lower risk as compared to portfolio A. So we are going to
say that portfolio C is more efficient than portfolio A. Now see, the portfolio C is the one with the least risk in the entire feasible set of portfolios. ഏറ്റവും കുറവ് റിസ്ക് ബെയർ ചെയ്യുന്ന പോർട്ട്ഫോളിയോ സി ആണ്. അപ്പോൾ ഒരു ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കുറഞ്ഞ റിസ്ക് ബെയർ ചെയ്യുന്ന പോർട്ട്ഫോളിയോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഗ്ലോബൽ മിനിമം വേരിയൻസ് പോർട്ട്ഫോളിയോ ഇസ് സി ഇൻ ദിസ് കേസ്. ഇനി നമ്മൾ നോക്കുന്ന ഫീസിബിൾ സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ തരുന്നത് ഏതായിരിക്കും? അപ്പൊ ഇത്രയും ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ, ഏറ്റവും മുകളിലോട്ട് നിൽക്കുന്നതായിരിക്കും അത് ബി. പോർട്ട്ഫോളിയോ ബി ആണ് ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ തരുന്നത്. ഇനി നമ്മുടെ എഫിഷ്യന്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് എപ്പോഴും ഗ്ലോബൽ മിനിമം വേരിയൻസ് ആയ സിയുടെയും ഹയസ്റ്റ് റിട്ടേൺ ഏൺ ചെയ്യുന്ന പോർട്ട്ഫോളിയോ ആയ ബിയുടെയും ഇടയ്ക്കായിരിക്കും വരുന്നത് ഓൾ യുവർ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ ഈ സി തൊട്ട് ബി വരെയുള്ള ഈ ഒരു കർവിനെ നമ്മൾ പറയുന്ന പേരാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാർക്കോവിറ്റ്സ് പറയുന്നുണ്ട്. സി, global minimum variance portfolio, what is that? It is the portfolio with the lowest risk in the feasible set of portfolios. Efficient frontier എന്താണ്? It consists of the set of all efficient portfolios that yield the highest return for each level of risk. ഓരോ ലെവൽ ഓഫ് റിസ്കിലും ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ തരുന്ന എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിന്റെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. It is a concave curve. Concave curve വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോർട്ട്ഫോളിയോസ് എല്ലാം നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇറ്റ്സ് എ concave curve in the risk return space that extends from the minimum variance portfolio to the maximum return portfolio. ഇനി എന്താണ് efficient set of portfolio? The set of portfolios lying between the global minimum variance portfolio and the maximum return portfolio on the efficient frontier represents the efficient set of portfolios. ഈ efficient frontierൽ വരുന്ന, അതായത് ഗ്ലോബൽ മിനിമം വേരിയൻസിന്റെയും മാക്സിമം റിട്ടേൺ പോർട്ട്ഫോളിയോയുടെയും ഇടയിൽ വരുന്ന പോർട്ട്ഫോളിയോസിനെല്ലാം നമ്മൾ എഫിഷ്യന്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയും. അപ്പൊ നമുക്ക് എഫിഷ്യന്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് കിട്ടി. ഇപ്പൊ നമ്മൾ എടുത്തതിൻ്റെ അകത്ത് തന്നെ സി ഉണ്ട്, ഇ ഉണ്ട്, ബി ഉണ്ട്. ഇതെല്ലാം എഫിഷ്യന്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ്. So from these efficient set, how are we going to select an optimal portfolio? അതാണ് next question. So in that case, we'll consider the investor's utility. അതായത് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആളുടെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി എത്രയാണോ അതിന്റെ ബേസിസിലായിരിക്കും അയാൾ ഒരു പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യുന്നത്. ഈ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിൽ നിന്ന് കൂടുതൽ റിസ്ക് ആയിട്ട് ബെയർ ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ റൈറ്റിലോട്ട്, ഗ്രാഫിന്റെ റൈറ്റിലോട്ട് കിടക്കുന്ന ഏതെങ്കിലും സെക്യൂരിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അയാൾക്ക് റിസ്ക് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അയാൾ കുറച്ചും കൂടെ ഗ്രാഫിന്റെ ലെഫ്റ്റിലോട്ടുള്ള സെക്യൂരിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്ററിന്റെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരയ്ക്കും. ആ ഇൻഡിഫറൻസ് കർവും നമ്മുടെ എഫിഷ്യന്റ് ഫ്രോണ്ടിയറും കൂടെ രണ്ടും കൂടെ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റ് ആണ് നമ്മൾ ആ പോയിന്റിൽ വരുന്ന പോർട്ട്ഫോളിയോ ആണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. The efficient frontier can be combined with an investor's utility function to find the investor's optimal portfolio. The portfolio with the greatest return for the risk that the investor is willing to accept. ഇൻവെസ്റ്ററിനും താങ്ങാൻ പറ്റുന്ന റിസ്ക് ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്ന പോർട്ട്ഫോളിയോ എടുക്കാനായിട്ട് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ ഇൻവെസ്റ്ററിന്റെ യൂട്ടിലിറ്റി ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The particular portfolio that an individual investor will select from the efficient frontier will depend upon that investor's degree of aversion to risk. ഏത് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യണം എന്നുള്ളത് അയാളുടെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി കണക്കിരിക്കും ഇൻവെസ്റ്ററിന്റെ. Highly risk averse investor will hold a portfolio on the lower left hand segment of the efficient frontier. When investor is not too risk averse, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആള് അപ്പർ പോർഷനിലോട്ട് മൂവ് ചെയ്ത് കുറച്ചും കൂടി റൈറ്റ് വേർഡ്സ് ഉള്ള ഏതെങ്കിലും പോർട്ട്ഫോളിയോ ആയിരിക്കും എടുക്കുന്നത്.
The optimal portfolio for an investor would be one at the point of tangency between efficient frontier and its risk return utility or indifference curve. Indifference curve efficient frontier നമ്മൾ രണ്ടും ചാർട്ട് ഔട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിലുള്ള പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് മാർക്കോവിറ്റ്സിന്റെ ടെക്നിക്കിൽ പറയുന്നു. Quadratic programming is a technique used by Markowitz to determine efficient portfolio or the optimal portfolio. In Markowitz model, the assumptions എന്താണ്? മാർക്കറ്റ് എഫിഷ്യന്റ് ആണ്, ഇൻഫർമേഷൻ എല്ലാം ക്വിക്ക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ ഇമീഡിയറ്റ്ലി അബ്സോർബ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആണ് എന്നാണ് മാർക്കോവിറ്റ്സ് മോഡലിൽ പറയുന്നത്. അത് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി അനുസരിച്ചാണ്. ട്രഡീഷണൽ തിയറി അനുസരിച്ച് നമ്മൾ കണ്ടു മാർക്കറ്റ് ഇൻഎഫിഷ്യന്റ് ആണെന്നാണ് അവർ ബിലീവ് ചെയ്തത്. ബട്ട് മോഡേൺ തിയറിയിൽ ദേ ബിലീവ് ദാറ്റ് ദ മാർക്കറ്റ് ഇസ് എഫിഷ്യന്റ്. ഇൻവെസ്റ്റേഴ്സ് റിസ്ക് അവേഴ്സ് ആണ്, ദേ വിൽ ട്രൈ ടു അവോയ്ഡ് റിസ്ക് അറ്റ് ഓൾ എനി കോസ്റ്റ് എന്നുള്ള രീതിക്കാണ് രണ്ടാമത്തെ അസംഷൻ. മൂന്നാമത്തെ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. റാഷണൽ ആയതുകൊണ്ട് തന്നെ അവർ ഹയർ റിട്ടേൺ ആയിരിക്കും ലോവർ റിട്ടേണേക്കാൾ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ അസംഷൻ. ഈ ഇൻവെസ്റ്റേഴ്സ് ഡിസിഷൻ എടുക്കുന്നത് ഇസ് ബേസ്ഡ് ഓൺ ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് വേരിയൻസ്. റിസ്ക്കും റിട്ടേണും കൺസിഡർ ചെയ്ത് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് ഡിസിഷൻ എടുക്കുന്നതെന്നാണ് മാർക്കോവിറ്റ്സ് പറയുന്നത്. ബാക്കി ഫാക്ടേഴ്സ് ഒന്നും അവർ കൺസിഡർ ചെയ്യത്തില്ല. ഫോർ എ ഗിവൻ റിസ്ക് ലെവൽ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഹൈ റിട്ടേൺസ് ടു ലോവർ റിട്ടേൺസ്. Similarly, for a given level of expected return, they prefer less risk to more risk. ഒരേ ലെവലിലുള്ള റിസ്കിൽ ഹയർ റിട്ടേൺ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, ഒരേ ലെവൽ റിട്ടേണിൽ ലെസ് റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ഇനി അയാൾക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഇൻവെസ്റ്റർ റിസ്ക് മിനിമൈസ് ചെയ്യാൻ നോക്കുന്നത് അക്കോർഡിംഗ് ടു മാർക്കോവിറ്റ്സ് മോഡൽ. ഇനി വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മാർക്കോവിറ്റ്സ് മോഡൽ? There are two main limitations. The first one is large number of input data is required for calculation. ഞാൻ പറഞ്ഞു ഓരോ സെക്യൂരിറ്റിയുടെയും റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണം, റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം, കോവേരിയൻസ് ബിറ്റ്വീൻ ഈച്ച് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ യുവർ പോർട്ട്ഫോളിയോ ഹാസ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ഡേറ്റ ഇസ് റിക്വയർഡ്. അതൊരു എല്ലാ ഡേറ്റയും കളക്ട് ചെയ്ത് വരാൻ തന്നെ ടൈം കൺസ്യൂമിങ്ങും ആണ്, ഡിഫിക്കൽട്ടും ആണ്. കോംപ്ലക്സിറ്റി ഓഫ് കമ്പ്യൂട്ടേഷൻ റിക്വയർഡ്. ഓരോന്നും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ് അല്ലെങ്കിൽ കോംപ്ലെക്സ് ആണ്. സോ ദ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ആൻഡ് ഓൾസോ ദി കാൽക്കുലേഷൻ ഓഫ് ദി കളക്റ്റഡ് ഡേറ്റ ഇസ് കോംപ്ലെക്സ് ഇൻ കേസ് ഓഫ് മാർക്കോവിറ്റ്സ് മോഡൽ. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ സിംപ്ലിഫിക്കേഷൻ പ്രോസസ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇൻഡെക്സ് മോഡൽസ് ഡെവലപ്പ് ചെയ്തത്. There are mainly two index models. There is Sharpe's index model and there is that is also known as single index model, and there is a multi-index model. അപ്പോൾ ഇൻഡെക്സ് മോഡൽസ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.